ഒരു കല്യാണ വീട്ടിൽ പോയപ്പോ അവിടെ ഉണ്ട് ഒരു ചെറുപ്പക്കാരനും ഒരു ഭാര്യയും വന്നിട്ടുണ്ട്. രാവിലെ നേരത്തെ നേരത്തെ കാരണം ഉച്ച സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ പല ഹറാമുകളും കാണേണ്ടി വരും. അതൊക്കെ അവരുടെ ആളുകൾ നടത്തിക്കൊള്ളുക. അതിനൊക്കെ അവരും അള്ളാഹു തമ്മിൽ മറുപടി പറയാ, ഇതൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ അത് പുതിയ പെണ്ണിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്ന മേക്കപ്പ് ടീമാ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ഇവരെ എവിടുന്ന വരുന്നത്? കല്യാണമുള്ള വീട്ടിൽ നിന്ന് എടുത്തുനിന്ന് ഏതാണ്ട് 80 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരിക രാവിലെ. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു, നിങ്ങളെങ്ങനെ ഇവിടത്തെ പരിചയം? അത് ഉസ്താദ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് വന്നതാ, ക്ഷണിച്ചതാ. ഇൻസ്റ്റാഗ്രാമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഉസ്താദ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതൊക്കെ ദീനാണ് എന്നും അതിനെ ഫോളോ ചെയ്തിട്ട് അതുപോലത്തെ കല്യാണം എൻ്റെ മകളെ കല്യാണം ആവണമെന്നും ചിന്തിക്കുന്നവര് അള്ളാഹുവിന്റെ റസൂലിനെ മറന്നു പോവരുത്. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താന്നിട്ട് പരിപാടി? ആ ഉസ്താദേ, ഓള് മേക്കപ്പിന് കയറിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 3 മണിക്കൂർ സമയം മേക്കപ്പ് ഉണ്ടാവും. ഞാൻ ചോദിച്ചു, മേക്കപ്പിൽ എന്ത് സാധനങ്ങൾ ഉപയോഗിക്കുന്നത്? അത് പല സാധനങ്ങളും. മൂപ്പര് അതിന്റെ ആവേശത്തിൽ മാർക്കറ്റ് ചെയ്യാനോട് ഞാൻ അതിനെ പറ്റി വഴുതറിയുന്ന മൂപ്പര് വിചാരം. അപ്പൊ മൂപ്പരിങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ സാധനങ്ങളൊക്കെ മുഖത്തൊക്കെ വാരി തേച്ച് കഴിഞ്ഞാൽ വെള്ളം ചേരുവോ? അപ്പൊ മൂപ്പർക്ക് സംഗതി പിടികിട്ടി. ഞാൻ വഴുതറിയാൻ പോകണ സംഭവം മൂപ്പര് മനസ്സിലായത്. അതിനെ കുറിച്ച് ഉസ്താദ് എനിക്ക് അങ്ങനെ പിടുത്തല്ല. ഒരു തല ചൊറിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങള് ഇങ്ങനത്തെ നല്ല മൈലാഞ്ചൊക്കെ ഇഷ്ടം പോലെ ഹലാലായതും വെള്ളം ചേരുന്ന ഇഷ്ടം പോലെ സംഭവം ഉണ്ടല്ലോ, ഈ കെമിക്കലൊക്കെ വാരി തേച്ചിട്ട് വെള്ളം ചേരാതിരുന്നാൽ ഈ പെൺകുട്ടിക്ക് ളുഹുറും അസറും മഗ്രിബും ഇശാക്ക് നിസ്കരിക്കണ്ടേ? അപ്പൊ ഇയാള് പിന്നെ യാതൊരു തിന്നുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുള്ള ചോദിച്ചത് ഇവർ വേഗം നിർത്തിപ്പോയിക്കാൻ. ഇവർ ആദ്യ ഉഷാറിൽ പറഞ്ഞു, ഞങ്ങൾ കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെ ഞങ്ങളാണ് ഭയങ്കര സംഭവമായിട്ടുള്ള മേക്കപ്പ് ആയിരുന്ന. ഇതേപോലെ ആണുങ്ങളും നിങ്ങൾ ആലോചിച്ചു, ബാർബർ ഷാപ്പിൽ പോയിട്ട് നോർമലായിട്ട് മുടിയൊക്കെ നന്നാക്കുന്നതിന് 200 റുപ്യ, കല്യാണത്തിന്റെ പേരിൽ പാക്കേജ് 3300. അതേ സാധനം തന്നെ കത്തിയും ഉപയോഗിക്കുന്നത്, പക്ഷേ പാക്കേജിന് 3300. പ്രശ്നം നല്ല ബ്ലാക്ക് പെയിന്റ് അടിച്ചു കൊടുക്കുക തലക്ക്. ബ്ലാക്ക് പെയിന്റ് അടിച്ചു കൊടുത്താൽ എന്താ സംഭവിക്കുക? മുടിയിലേക്ക് വെള്ളം ചേരൂല. ജനാബത്ത് കുളിച്ചാൽ പോലും കുളി ശരിയാവില്ല. നിക്കാഹിന്റെ സദസ്സിൽ തങ്ങളുണ്ടാവണം, നഹ്സില്ലാത്ത ദിവസം നിക്കാഹ് വേണം, നിശ്ചയിക്കണം. അതൊക്കെ നല്ലതാ. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെടാത്ത സൗന്ദര്യബോധം, ഹറാമായ രൂപത്തിൽ എത്ര നല്ലതിനെ ഞാൻ എതിർക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കുന്ന ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾ കളർ അടിച്ചോളൂ, പെയിന്റ് അടിച്ചോളൂ. ഇല്ല സവാദ്, കറുത്ത പെയിന്റ് അടിക്കല്ല. നിങ്ങൾ മൈലാഞ്ചി നിറം കൊടുത്തോളൂ, അത് സുന്നത്താണ്. മൈലാഞ്ചി, വെളുത്ത മുടിക്ക് മൈലാഞ്ചി കൊടുക്കുന്നതിന് തെറ്റില്ല. അതേ സമയം വെള്ളം ചേരാത്ത രൂപത്തിലുള്ള മേക്കപ്പ് ഇട്ടിട്ട് ഹബീബായ നബിതങ്ങളെ മുന്നിൽ നബിതങ്ങളുടെ ആളാണെന്ന് പറഞ്ഞ് നാളെ ഖബറിലേക്ക് വരുമ്പോ നമ്മളെ മയ്യത്ത് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുന്ന നിമിഷമുണ്ട്. നമ്മുടെ വീട്ടുകാർ മുഴുവനും കരയുന്ന രംഗമുണ്ട്. വഖൽഫി കരീമാതുൻ അലയ്യാ ബവാക്കിയാ വഫീഹിന്ന ഉമ്മി ഔ ശഖീഖി വഇത്രതി. എൻ്റെ പെങ്ങന്മാര്, എൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ പൊട്ടിക്കരയുന്ന സമയം, എൻ്റെ മയ്യത്ത് കൊണ്ടുപോയിട്ട് ഖബറിൽ വെച്ചിട്ട് ആദ്യം ചെയ്യുന്ന പണി എൻ്റെ കവിളത്തുള്ള കഫംപുട മാറ്റിയിട്ട് പഞ്ഞി മാറ്റിയിട്ട് മണ്ണോട് ചേർത്ത് വെക്കലാണ്. സുഹൃത്തേ, കല്യാണത്തിൻ്റെ നല്ല സുന്നത്തുള്ള ദിവസം താടി ക്ലീൻ ഷേവ് ചെയ്തിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താടി വടിച്ചു കളഞ്ഞിട്ട് കല്യാണത്തിന് ആഘോഷിക്കല്ല. പെങ്ങളെ, നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സുന്നത്തായ കല്യാണ ദിവസം മുഖത്ത് വെള്ളം ചേരാത്ത, വുളൂഇന്റെ വെള്ളം ചേരാത്ത മേക്കപ്പുകൾ ഇട്ടുകൊണ്ട് ആ മുഖമാണ് മണ്ണിലേക്ക് ആദ്യം ചേർത്തു വെക്കുന്നത്. എന്നിട്ട് ഖബറിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമില്ലേ, ഹൽ തഅരിഫു ഹാദർ റജുലി,
കാണുന്ന ആളെ പരിചയമുണ്ടോ? ഖബറിൽ രണ്ട് വിഭാഗം ആളുകളെ ഉള്ളൂ. ഒന്ന് നബിതങ്ങളെ ഇഷ്ടം വെച്ച് നബിതങ്ങളെ ഇഷ്ടത്തോടൊപ്പം ജീവിച്ചവര്. അവരെപ്പോഴും നബിതങ്ങളെ മൗലിദോദാൻ എന്തൊരാവേശമാണ്. റബീഉൽ അവ്വൽ വന്നാൽ എന്തൊരു സന്തോഷമാണ്. സുബ്ഹിന്റെ വാങ്ക് കേട്ടാൽ എന്തൊരു ആനന്ദമാണ്. ഖുർആൻ ഓതുന്നതിന് യാതൊരു മടിയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്തായ താടി വെക്കുന്നത് അഭിമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീന കാണാൻ എന്തൊരാഗ്രഹമാണ്. മദീനയിൽ പോയിട്ട് കൂടുന്നത് വല്ലാത്ത സന്തോഷമാണ്. മക്കളുണ്ടാകുമ്പോ മക്കളെ പേര് വെക്കാൻ ഗൂഗിളിൽ സെർച്ചിന് പകരം ഉസ്താദുമാരോട് ചോദിച്ചിട്ട് നബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് വെക്കുന്നവരാണ്. അവർക്ക് ബുർദയുടെ മജ്ലിസ് വല്ലാത്ത ഇഷ്ടമാണ്. അവർക്ക് നബിതങ്ങളെ അഹ്ലു ബൈത്തിനോട് വല്ലാതെ താല്പര്യമാണ്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളാണെന്ന് പറയുന്നത് വലിയ അഭിമാനമാണ്. അങ്ങനത്തെ ആളുകൾ ഹബീബി റസൂലുള്ളാഹ്, അതെന്റെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയും. അതേ സമയം മദീനയെ കുറിച്ചറിയൂല. ഒരു വലിയ ബിസിനസ്സുകാരനെ കണ്ടു. ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഹജ്ജ് ചെയ്തോ? അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ കുറച്ച് തിരക്കായിരുന്നു. കഴിഞ്ഞ മാസം യൂറോപ്പിൽ, അതിന്റെ മുമ്പത്തെ മാസം ആഫ്രിക്കയിൽ, ഇങ്ങനെ ലോകം കറങ്ങുന്ന മനുഷ്യനാണ്. ഇന്ന് വരെ മദീനയിലും പോയിട്ടില്ല, മക്കത്തും പോയിട്ടില്ല. മദീന കാണാൻ മനസ്സിൽ ആഗ്രഹമില്ലാത്ത മനുഷ്യൻ. മദീനയെ കുറിച്ചുള്ള ചിത്രങ്ങളൊന്നും മനസ്സിലില്ല. റബീഉൽ അവ്വൽ വന്നിട്ട് ഒരു മൗലിദിന്റെ സദസ്സിൽ പോലും പങ്കെടുത്തിട്ടില്ല. കുറെ മക്കളുണ്ടായിട്ട് ഒരു മക്കൾക്ക് പോലും നബിതങ്ങളെ ഇഷ്ടപ്പെട്ട പേര് വച്ചിട്ടില്ല. സ്വന്തം പെൺകുട്ടി തല തുറന്നിങ്ങനെ നടക്കുന്നത് അഭിമാനത്തോടെ കാണുന്ന ബാപ്പമാരുണ്ടല്ലോ. ആ മകളൊന്ന് തട്ടം ധരിച്ചിട്ട് ഹിജാബോടെ കാണണമെന്ന് ആഗ്രഹിക്കൂല. മുടിയിൽ തന്നെ കാണിച്ചുകൊണ്ട് നടക്കുന്ന ഫോട്ടോ എടുത്തിട്ട് അത് സ്റ്റാറ്റസ് ആക്കി അഭിമാനിക്കുന്ന ഉമ്മമാരും രക്ഷിതാക്കളുമില്ലേ? ഇങ്ങനെ നബിതങ്ങളെ സുന്നത്തിനോട് താല്പര്യമില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാര്യങ്ങളിൽ ഒരു പരിഗണനയുമില്ല. അതേ നമ്മുടെ പെൺമക്കളൊക്കെ നല്ല +2 പഠിച്ചിട്ടുണ്ട്, ഡിഗ്രി BA ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല വിദ്യാഭ്യാസമുണ്ട്. ഷേക്സ്പിയറുടെ പോയം വളരെ മനോഹരമായിട്ട് അവൾ അവതരിപ്പിക്കും. അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ നോവലുകൾ വായിക്കുന്നവരാണ്. റബീഉൽ അവ്വൽ വന്നിട്ട് മങ്കൂസ് മൗലിദിന്റെ ഒരു ഹദീസ് ഓതാൻ നമ്മുടെ മക്കൾക്ക് ശേഷിയില്ല. ഇങ്ങനത്തെ സ്വഭാവമുള്ള മക്കളും ബാപ്പയുമുണ്ടല്ലോ. ഖബറിൽ വെച്ചുകൊണ്ട് പറയും, ലാ അദ്രി, എനിക്ക് പരിചയമില്ല. യഖൂലുന്നാസു ഇന്നഹു മുഹമ്മദുൻ, ആളുകളൊക്കെ പറയാറുണ്ട് അത് മുഹമ്മദ് നബിയാണെന്ന്. എനിക്കത്ര വലിയ പരിചയമില്ല. ജബലുൻ നൂറിന്റെ മുകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി വന്ന സ്ഥലത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നു. എന്നിട്ട് അതിന്റെ മുകളിലെത്തിയിട്ട് ആ ചെറുപ്പക്കാരൻ പറയാണ്, പുള്ളിക്കാരൻ ഇവിടെ എന്തിനാ കയറിയിരുന്നത്? പുള്ളിക്കാരന് താഴെ ഇരുന്നാൽ പോരായിരുന്നോ? അല്ലാഹുവിന്റെ റസൂലിനെ അറിയാത്തതിന്റെ പ്രശ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിക്കണം. അതുകൊണ്ട് ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ വീടുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകണം. ഉമ്മയും ബാപ്പയും മക്കളും ഇങ്ങനെ കൂടിയിരിക്കുമ്പോ മൂത്ത മകൾ നബി തങ്ങളുടെ ഒരു ചരിത്രം ഒന്ന് വായിക്കട്ടെ. എന്നിട്ട് മക്കളും അതുപോലെ ഉമ്മയും ബാപ്പയും കേൾക്കട്ടെ. ഇന്ന ബൈതൻ അംത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി.
പുതിയ കാലത്തെ ലഹരിക്കെതിരെയുള്ള പ്രതിരോധം, പുതിയ കാലത്തെ ലിബറൽ ചിന്തകൾക്കെതിരെയുള്ള പ്രതിപ്രവർത്തനം, ഏറ്റവും വലിയ പ്രവർത്തനം വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളെ വീട്ടിൽ നബിതങ്ങളുണ്ടോന്ന് പരിശോധിക്കലാണ്. നിങ്ങളെ വീട്ടിൽ റസൂലുള്ളാഹി തങ്ങളുണ്ടാവണം. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ എല്ലാവരും കൂട്ടമായിരുന്ന് കഴിക്കുമ്പോ ബാപ്പ പറഞ്ഞു കൊടുക്കണം, മക്കളെ ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കണം. എന്തേ? കാന റസൂലുള്ളാഹ്, നബിതങ്ങൾ അങ്ങനെ കഴിച്ചു. എന്തൊരു സന്തോഷമുള്ള വീടായിരിക്കും. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ബാപ്പ ഉറക്ക ചെല്ലണം, അൽഹംദുലില്ലാഹ്. മകള് ചോദിക്കും, ബാപ്പ അതെന്താണ്? ബാപ്പ പറയുന്നതിന് പകരം ഉമ്മ പറയണം, മോളെ നബിതങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാഹ് പറഞ്ഞിരുന്നു. അങ്ങനെ നിസ്കാരം ജമാഅത്തായിട്ട് വീട്ടില് കാണിച്ചു കൊടുക്കണോ? വീട്ടില് നല്ല നല്ല ചിന്തകൾ. ഉമ്മ ബാപ്പയെ ബഹുമാനിക്കണം. എന്തേ? നബിതങ്ങൾ അങ്ങനെയായിരുന്നു. ബാപ്പയെ ഉമ്മ ഇങ്ങോട്ട് ബഹുമാനിക്കണം. അപ്പോഴാണ് മകൾക്കും ഭർത്താവിനോട് സ്നേഹമുണ്ടാവുള്ളൂ, ഭർത്താവിന് മകൾക്കളോട് സ്നേഹമുണ്ടാവുകയുള്ളൂ. വീട്ടിൽ നബിതങ്ങളുണ്ടോ? അതേ, ഇന്ന ബൈതൻ അൻത സാകിനുഹു, അല്ലാഹുവിന്റെ ഹബീബ് താമസിക്കുന്ന വീടാണോ നമ്മുടെ വീട്? ലൈസ മുഹ്താജൻ ഇലസ്സുറുജി, ആ വീട്ടിൽ മറ്റൊരു വിളക്കിന്റെയും ആവശ്യമില്ല. ആ രൂപത്തിൽ നമ്മളെ വീട് മാറണം. അനസ് റളിയല്ലാഹു അൻഹുവിലൂടെ നമ്മൾക്ക് സമാപിപ്പിക്കാം. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വന്നിട്ട് നബി തങ്ങളെ സമീപത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ അനസിന്റെ വീട്, ആ വീട്ടിലൊന്ന് വന്നിട്ട് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് തങ്ങളെ വീട്ടിൽ വന്നു. എന്നിട്ട് ഒറ്റ ദുആ, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ വലദിഹി, അനസിന്റെ സന്താനത്തിലും സമ്പത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ചരിത്രം പറയാണ്, മദീനയിലെ ഈത്തപ്പന തോട്ടങ്ങളൊക്കെ വർഷത്തിലൊരു തവണ മാത്രമേ വിളവെടുപ്പുള്ളൂ. അനസ് തങ്ങളെ ഈത്തപ്പന തോട്ടം 2 തവണ വിളവെടുപ്പ് നടത്താറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ബറക്കത്ത് ലഭിച്ചവര് ഒരാളും പരാജയപ്പെട്ടിട്ടില്ല. അനസ് തങ്ങളെ പരമ്പരയിൽ 100 കണക്കിന് ആലിമീങ്ങളായ മക്കളുണ്ടായിരുന്നു. മക്കള് ഇൽമിന്റെ അഹ്ലുകാരാവുന്നതാണ് ഏറ്റവും വലിയ ബറക്കത്ത്. മക്കളെ തന്ന റബ്ബിന് ചെയ്യുന്ന ഏറ്റവും വലിയ ശുക്ർ, ഒരാളെയെങ്കിലും ആലിമാക്കിക്കോളൂ. മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടുപ്പമുള്ളവരൊക്കെ ആ അടുപ്പം ശക്തിപ്പെടുത്തണം. ദുനിയാവിലും ഖബറിലും ആഖിറത്തിലും നമ്മൾക്ക് എല്ലാറ്റിനും പരിഹാരം മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മുത്തുനബി തങ്ങൾ 40ാമത്തെ വയസ്സിൽ നബിയാവുന്നതിന്റെ മുമ്പ് തന്നെ വലിയ മഹത്വമുണ്ടെന്നതാണ് പ്രമാണം. പ്രസവിക്കപ്പെടുന്ന മക്കയിൽ ആ കൊച്ചു കുടിലി പ്രസവിക്കുന്ന അന്ന് അവിടെയുണ്ടായിരുന്ന സ്ത്രീകൾക്കൊക്കെ സ്വർഗം ലഭിച്ചു. അറിയുമോ? ഹബീബായ തങ്ങളുടെ പൊന്നുമ്മ ആമിന ബീബി റളിയല്ലാഹു അൻഹ പ്രസവിക്കുമ്പോ ആ പ്രസവമെടുത്ത പെണ്ണിന്റെ പേരാണ് ഷിഫാ റളിയല്ലാഹു അൻഹ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ ഉമ്മയാണ് ബീബി ഷിഫാ. തങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അല്ലാഹു തആല നരകത്തിൽ നിന്ന് എത്തുക ചൊല്ലിയ സ്ത്രീയാണ് ഷിഫാ റളിയല്ലാഹു അൻഹാ.
രണ്ടാമതായിട്ട് നബിതങ്ങൾ ജനിക്കുമ്പോ ആ വീട്ടിലുള്ള രണ്ടാമത്തെ ഉമ്മയാണ് ഫാത്തിമ ബിൻത്ത് അസദ് റളിയല്ലാഹു അൻഹ. അലിയാരുടെ ഉമ്മയാണ്. ജന്നത്തുൽ ബഖീഇലെ ഉസ്മാൻ തങ്ങളപ്പുറത്താണ് ഖബർ. മഹദിക്ക് വേണ്ടി ഖബർ കുടിക്കുമ്പോ നബിതങ്ങൾ വന്നിട്ട് ആ ഖബറിൽ ഇറങ്ങിയിട്ട് കിടന്നിട്ട് പറയുന്നു, ഉമ്മീ ബഅദ ഉമ്മീ, എന്റെ ഉമ്മക്ക് ശേഷം എന്റെ ഉമ്മയെ പോലെ എന്നെ നോക്കിയ ഉമ്മയാണ്. അവരെ ഖബറിൽ ഞാനൊന്ന് കിടക്കട്ടെ, അവർക്ക് അല്ലാഹ് സ്വർഗം കൊടുക്കാൻ. മൂന്നാമതായിട്ട് നബിതങ്ങളെ പ്രസവിക്കുമ്പോ ആ വീട്ടിലുള്ള പെണ്ണിന്റെ പേര് സുവൈബത്തുൽ അസ്ലമിയ. അബൂലഹബ് എന്ന നബിതങ്ങളെ കഠിന ശത്രുവിന്റെ അടിമ പെണ്ണാണ്. ഈ വാർത്ത അബൂലഹബിനെ അറിയിച്ചതിന്റെ പേരിൽ അബൂലഹബ് അടിമമോചനം കൊടുത്തിട്ട് നബിതങ്ങളെ മുലയൂട്ടിയിട്ട് സ്വർഗം വാങ്ങിയ മഹദിയാണ് സുവൈബത്തുൽ അസ്ലമിയ. നാലാമതായിട്ട് നബിതങ്ങളെ പ്രസവിക്കപ്പെടുമ്പോ അവിടെ എല്ലാം ചെയ്തു ഉണ്ടായിരുന്ന നാലാമത്തെ ഉമ്മ ബീവി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മഹദിയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മയെ ബാപ്പ കല്യാണം കഴിക്കുമ്പോ ആ കല്യാണത്തിൽ പങ്കെടുത്ത മഹദിയാണ് ഉമ്മു ഐമൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ബാപ്പ മരിക്കുമ്പോ ഉമ്മാക്ക് സമാധാനം കൊടുത്ത മഹദിയാണ് ഉമ്മു ഐമൻ. അല്ലാഹുവിന്റെ ഹബീബ് 6 വയസ്സുള്ളപ്പോ ആമിന ഉമ്മയോട് ചോദിച്ചു, ഉമ്മ എന്റെ ബാപ്പ എവിടെയാണുള്ളത്? മോനെ, ബാപ്പ യസ്രിബിലാണ്. ബാപ്പയുടെ ഖബർ കാണാൻ വേണ്ടി മദീനയിൽ പോകുമ്പോ കൂടെ പോയ മഹദിയാണ് ഉമ്മു ഐമൻ. തിരിച്ചു വരുമ്പോൾ അബവ എന്ന സ്ഥലത്ത് പൊന്നുമ്മ വിട പറയുമ്പോ അല്ലാഹു തആല ലോകത്തിന്റെ പ്രവാചകനെ ഏൽപ്പിച്ച കരങ്ങളുള്ള ഉമ്മയുടെ പേരാണ് ഉമ്മു ഐമൻ. ഉമ്മു ഐമനാണ് ആ യതീമിനെ കൊണ്ടുവന്ന് അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖദീജ ബീവിയോടുള്ള കല്യാണത്തിന് നേതൃത്വം കൊടുത്ത ഉമ്മയുടെ പേരാണ് ഉമ്മു ഐമൻ. അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുമ്പോ സിദ്ദീഖ് തങ്ങൾ പോയിട്ട് ചോദിച്ചു, ഉമ്മു ഐമൻ എന്ത് ചെയ്യാ? നബി തങ്ങൾ പോയല്ലോ. ഉമ്മു ഐമൻ ബീവി പറഞ്ഞു, അല്ലാഹുവിന്റെ ഖളാ അല്ലേ, സങ്കടപ്പെടേണ്ടതില്ല. പക്ഷേ ഇനി വഴി വരൂല എന്നുള്ള ബോധമുണ്ടാവണമെന്ന ചരിത്ര പ്രസിദ്ധമായ പ്രഭാഷണം നടത്തിയ മഹദിയാണ് ഉമ്മു ഐമൻ. ആ ഉമ്മു ഐമൻ ബീബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് നബി തങ്ങൾ പറയുന്നു, ആർക്കാണ് സ്വർഗത്തിലെ പെണ്ണിനെ കല്യാണം കഴിക്കണോ ഫൽയതസവ്വജ് ഉമ്മു ഐമൻ, ഉമ്മു ഐമനെ കല്യാണം കഴിച്ചോളൂ. സെയ്ദ് തങ്ങൾ കല്യാണം കഴിച്ചു. അതിലുണ്ടായ മോനാണ് ഉസാമ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എന്റെ ഉസാമയെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അവൻ എന്നെ വേദനിപ്പിച്ചവനാണ്. ഇരിക്കട്ടെ, നബി തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും മഹത്വമുണ്ട്. അതുകൊണ്ട് ചെറിയ പ്രസവിക്കപ്പെടുമ്പോൾ അവിടെ ബന്ധപ്പെട്ടവർക്കൊക്കെ വലിയ ബർക്കത്ത് കിട്ടിയിട്ടുണ്ട്. ഹലീമ ബീബി മുലയൂട്ടാൻ കൊണ്ടുപോയപ്പോഴേക്ക് ബർക്കത്ത് കിട്ടി. അതുകൊണ്ട് മുഅ്മിനീകളെ, ഇന്ന് ബർക്കത്ത് കുറഞ്ഞു. നമ്മുടെ ആയുസ്സിലും ഭക്ഷണത്തിലും വെള്ളത്തിലും കുടുംബത്തിലും ബർക്കത്ത് കുറഞ്ഞതാണ് എല്ലാ പ്രശ്നത്തിന്റെയും കാരണം. അതുകൊണ്ട് ബർക്കത്ത് കിട്ടാനുള്ള ഏറ്റവും നല്ല ഒരു മനോഹരമായ വഴിയുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ്, മങ്കൂസ് മൗലിദ് ഒരു ചെറിയ മൗലിദാണ്. ചെറിയ മൗലിദ് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ ചെല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ മൗലിദാണ്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളെ വീട്ടിലൊക്കെ മങ്കൂസ് മൗലിദിന്റെ ഒരു ഹദീസെങ്കിലും പാരായണം ചെയ്താൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ബറക്കത്ത് ലഭിക്കുമെന്ന് ഒരുപാട് മഹാന്മാർ
അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആഹദ് മങ്കൂസ് മൗലിദിന്റെ തുടക്കം തന്നെ കൊണ്ടുവന്ന ഖുർആൻ ആയത്ത് ഏതാണെന്നറിയോ? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹുവിന്റെ ഖുർആനിൽ നബിതങ്ങളെ കുറിച്ച് പറഞ്ഞ ഏറ്റവും മഹത്വമുള്ള വാചകമാണ് ആയത്ത്. ഈ ആയത്ത് നിസ്കാരത്തിന്റെ ശേഷം 3 തവണ ഓതുന്നവർക്ക് നബിതങ്ങളെ കാണാമെന്നല്ല, കണ്ടു എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ഗർഭിണികൾക്ക് ഈ ആയത്ത് ഓതിയിട്ട് അവർ ഉപയോഗപ്പെടുത്തിയാൽ ഗർഭത്തിലെ പ്രയാസങ്ങൾക്ക് വലിയ ശമനമുണ്ടെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനത്തെ മങ്കൂസ് മൗലിദ് നമ്മളെ വീടുകളിലൊക്കെ പതിവായിട്ട് ഓതിയാൽ ആ ബറക്കത്ത് കൊണ്ട് മക്കള് തമ്മാടികളായി മാറൂല, കുടുംബത്തില് കലാപങ്ങൾ കുറയും, നമ്മുടെ ബിസിനസ്സിൽ ബറക്കത്തുണ്ടാകും. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ഒരുമിച്ച് കൂടി ഹബീബായ തങ്ങളെ കുറിച്ച് പറഞ്ഞത് നീ കബൂലാക്കണേ അല്ലാഹ്. സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു ചെറിയ ദുആ നടത്താം. ഇന്ന് പരിശുദ്ധ റബീഉൽ അവ്വലിലെ അവസാന വെള്ളിയാഴ്ച രാവാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നല്ല മജ്ലിസാണ്. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف الناشر الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم.